ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് ബസ്സിനൊരു ട്രിപ്പ് പോവാണ് ഇടുക്കിക്ക്. അപ്പൊ ഈ ട്രിപ്പിലെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതൊരു വലിയ വീഡിയോ ആയിട്ട് എന്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ എല്ലാവരും കാണുക. നമ്മളിപ്പോ രാവിലെ ഒരു 3:45 ഇപ്പൊ ടൈം. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ട്രിപ്പ് വരുന്നത് നമുക്ക് പുതിയകാവിന്നാണ് നമുക്ക് ട്രിപ്പ് ആളുകൾ കയറുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. നമുക്ക് ഒരു ഡ്രൈവറും കൂടെ ഉണ്ട്. ആള് പുതിയകാവിൽ നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ. ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ്. സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഇടുക്കിന്ന്. ഇതാണ് ഡാമിലേക്കുള്ള വഴിയാണിത്. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ വെള്ളമൊക്കെ കാണാൻ പറ്റും. ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ സുഹൃത്തേട്ടൻ്റെ ഇവിടെ ഫോൺ വിളിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ തൊടുപുഴ എന്നുള്ള റോഡാണ്. ഇത് നമ്മൾ ഇടുക്കിയിലെത്തിയിരിക്കുകയാണ്. ഇടുക്കി ഡാമിൻ്റെ അവിടെയാണുള്ളത്. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയേക്കുവാണ്. ഇവിടെ കൊലുമ്പൻ എന്ന് പറഞ്ഞൊരു ആളുടെ സ്മാരകമുണ്ട് ഇവിടെ. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട്. നമ്മളപ്പോൾ അവിടുന്ന് ചായ കുടിക്കുമായിരുന്നു. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഈ ആൾക്കാരാണ് നമ്മുടെ ഇവിടെ വന്നവരാണ്. ഇവരായിട്ടാണ് നമ്മൾ വന്നത്. നമ്മുടെ സുഹൃത്തേട്ടൻ ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഡാമിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടുന്ന് കാണാൻ പറ്റും ഒരു ചെറിയൊരു വ്യൂ പോലെ. അത്യാവശ്യം നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണുന്നതാണ് കോട. ഇവിടുന്ന് താഴത്തേക്ക് തന്നെയാണ് ഡാമുള്ളത്. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ഇപ്പം നല്ല തണുപ്പുള്ള ടൈമാണ്. കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ് ഇപ്പം. ഇതാണ് ചെമ്പൻ കൊലുമ്പൻ സമാധി. ഇടുക്കി ഡാമിൻ്റെ സ്ഥാനം കാണിച്ചെന്ന ആദിവാസി ആണ് ആള്. ആളുടെ പ്രതിമയാണ് അവിടെ ഉള്ളത്. ആൾക്കാരൊക്കെ ഇവിടെ കയറിയിട്ടുണ്ട്. കയറി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സമാധി ഞാൻ കാണിച്ചു തരാം. സമാധി ഇവിടെയാണ്. ഇതാണ് സമാധി. ഇപ്പോൾ പുള്ളിയുടെ തന്നെ ഒരു 4ാം തലമുറ ആയിട്ടുള്ള ഒരാൾ നടത്തുന്ന ഒരു ചെറിയ ചായക്കടയാണത്. അത് KTDCയുടെ അണ്ടറിൽ വരുന്നൊരു ബിൽഡിങ്ങാണ്, ചെറിയ ബിൽഡിങ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇതാണ് പ്രതിമ വരുന്നത്. ആൾക്കാരിവിടെ കയറുന്നുണ്ട്. ഇവിടെ ചെറിയൊരു അമ്പലം പോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മള് ഡാമിന്റെ അവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് വന്നു. നമ്മുടെ ബസ് ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കാൽവരി മൗണ്ടിലേക്കുള്ള എൻട്രൻസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ബസ് കയറി പോകും. KSRTC ബസ്സൊക്കെ കയറി പോകുന്നുണ്ട്. പിന്നെ കാറ് ട്രാവലറൊക്കെ കയറി പോകുന്നുണ്ട്. ചില വണ്ടികളൊക്കെ നമ്മൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുവാണ്. ഈ കാൽവരി മൗണ്ടിലേക്ക് അതല്ലാതെ തന്നെ ജീപ്പും ഉണ്ട്. ജീപ്പിന് കയറി വേണമെങ്കിലും നമുക്ക് പോവാം. ഇതിൻ്റെ മുകളിൽ ചെന്നിട്ട് കുറച്ച് വ്യൂ പോയിന്റ് കാര്യങ്ങളുണ്ട്. നടക്കാനൊരു കുറച്ച് സ്പോട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലൈമറ്റുമാണ്. ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. നമ്മൾ റോഡ് സൈഡിൽ തന്നെ വണ്ടി ഒതുക്കിയിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ടൈം ഒരു 12:30 ആയിട്ടുണ്ട്. 12 ആയപ്പോഴേക്കും നമ്മൾ കസ്റ്റമറിനെ അവരുടെ സ്ഥലത്ത് ഇറക്കി തിരിച്ചു വന്നു. വണ്ടിയെല്ലാം ലോക്ക് ചെയ്ത് നമ്മളിവിടെ ഗ്രൗണ്ടിലാണ് ഇട്ടേക്കുന്നത്, വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ വേറെ ഡ്രൈവർ ഉണ്ടായിരുന്ന ആളെ ഇറക്കി ഞാനിപ്പോൾ വണ്ടി കൊണ്ടുവന്ന് ഗ്രൗണ്ടിലിട്ടു. അപ്പോൾ എനിക്ക് 2 സ്പോട്ടിൽ വീഡിയോസ് മാത്രമാണ് എടുക്കാൻ പറ്റുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പോട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്ന ടൈമിൽ നമുക്ക് വണ്ടിക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. അത് പക്ഷെ പെട്ടെന്ന് തന്നെ ടാറ്റക്കാർ നമുക്ക് അതിന് സൊല്യൂഷൻ പറഞ്ഞ് നമ്മൾ സോൾവ് ചെയ്തു. പക്ഷെ എനിക്ക് ആ ഒരു ഇഷ്യൂവിൻ്റെ ഇതിൽ പോയത് കാരണം അടുത്ത വീഡിയോസ് എടുക്കാനായിട്ടുള്ളൊരു ഫ്ലോ വരാത്ത കാരണം എടുക്കാൻ പറ്റിയില്ല.
അപ്പോൾ ഓൾറെഡി എടുത്ത വീഡിയോസാണ് ഞാൻ ഈ ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.